സോഫ്റ്റ് ടോയ് എടുക്കും. അപ്പൊ പിങ്ക് സോഫ്റ്റ് ടോയ് അതാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാപ്പുവിന്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇപ്പം അലങ്കോലമായി കിടക്കാണ്. വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളും പിന്നെ നമ്മളുടെ വല്ല ചെയറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടാണ് വെക്കാറ്. അപ്പൊ പൊടിയൊക്കെ പിടിച്ച് നാശമായി കിടക്കാണ്. പിന്നെ അവള് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ബാഗ് ഉണ്ട്. അതുപോലെ ആമി കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവിടെ നേരം കളിച്ചോണ്ടിരിക്കുക. അതിലുള്ള ടോയ്സ് തൊട്ട് ഇപ്പൊ ഉള്ള വരെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മള് കണ്ടോ, ഇത് ഒരു ആദ്യം ഉണ്ടായിരുന്ന ഒരു അയൺ സ്റ്റാൻഡ്, പിന്നെ 2 ചെയർ ഉണ്ട്. അങ്ങനെ കുറെ നമ്മളെ ചെയറുകളുണ്ട്, ക്രോഷേ ഉണ്ട്. അതൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും എടുത്തിട്ട് ഇവിടേക്ക് ഇടുന്നതാണ്. പിന്നെ കുറെ വേണ്ടാത്ത ബുക്കും ഇതിന്റെ ഉള്ളിലേക്കൊക്കെ കുറെ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്നും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ. അതെ. ഇനിയിപ്പോ ഈ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാഷ് ചെയ്യണം. ഉള്ളിലോട്ട് വെച്ച കുറെ സോഫ്റ്റ് ടോയ്സിനൊക്കെ നല്ല പൊടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ചില ടോയ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. ഉണ്ടോ ഇത് ഒഴിവാക്കിയാലോ? ഇതൊക്കെ ഒഴിവാക്കാം. ഇത് നമ്മള് കഴുകി ഇത് കുട്ടിയില്ലാതായി പോയി. അതെ, ഇത് പിന്നെ ആമിന്റെ പാപ്പുവിന്റെ ഊഞ്ഞാലിന്റെ ആണ്. ഇത് ആമീന്റെ ഏതോ വർഷത്തെ ഞാൻ തുന്നിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചിലത് ആമി കളയാൻ സമ്മതിക്കില്ല കേട്ടോ. ഇഷ്ടമാണ്. പാപ്പുവിന്റെ ബാറ്റ് ഉണ്ട്. ഇതിൽ നല്ല പണി നമുക്ക് എടുത്താലും സ്പോഞ്ച് നമുക്ക് എന്തിനേലും ഉപയോഗിക്കാം. അപ്പൊ നിനക്ക് ആക്രി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചാ മതി. പിന്നെ ഇതാ ഇവിടെ ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ പറയാന്നുണ്ടെങ്കിൽ ഇതെന്നെ പണ്ടത്തെ സ്റ്റഡി ടേബിൾ. ഇപ്പൊ അവളുടെ സ്റ്റഡി ടേബിൾ പോലെ ഈ ഒരു ഏരിയയില് ഈ ടേബിളിൽ കുറെ പാപ്പുവിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കാട്ടോ. ഇതും ഇങ്ങനെയല്ല, ഭയങ്കര ഓർഗനൈസ് ചെയ്തിട്ടായിരുന്നു അവള് വെച്ചത്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് നീറ്റ് ആക്കണം. പിന്നെ ഇവിടെ കുറച്ച് ആമീന്റെ തന്നെ ആക്രികളാണ് ഇവിടെ കൂടുതലുള്ളത്. കണ്ടോ, ഇതേപോലെ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പം നമ്മൾ നീറ്റാക്കി വെച്ചാലും കുറച്ച് ഏരിയ ഒക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഉള്ളില് ബാഗും പോപ്പിൻസും എന്തൊക്കെയോ. ആമീന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാല് ആമി ഇതില് വേണ്ട സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. പിന്നെ എന്താ പറയാ, ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ ഒഴിവാക്കാം. ഈ സാധനങ്ങൾ നമ്മളിപ്പോ ഒഴിവാക്കാൻ പോവാണ്. ഇതൊന്നും ഒഴിവാക്കൂല കേട്ടോ. ഇതൊക്കെ പാപ്പുന്റെ നല്ല ഹെയർ ബാൻഡുകളാട്ടോ പാപ്പ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹാങ്ങർ ആക്കി ഇടുക. അവിടെ വെക്കാറില്ല. പിന്നെ ഇത് നമ്മൾ ഐക്കിന്ന് വാങ്ങിച്ചാട്ടോ. ഈ നല്ല ഭംഗിയുള്ള ആ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടായത്. അവിടെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കണം. നല്ല പൊടിയുണ്ട് ഇവിടെ. അതെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുക്കുകയാണ് ഇവിടെ. ഇതെല്ലാം പ്ലെയിൻ ആക്കിയിട്ട് നമ്മൾ വാക്യൂം ചെയ്യുന്നതാണ്. ഓക്കെ. പാമി സോഫ്റ്റ് ടോയ്സ് ഒക്കെ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അയ്യോ, ഇവിടെ കുറേ ഉണ്ട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ. എനിക്ക് നിന്ന് പണിയെടുക്കാം. ുള്ള കുറെ പെയിന്റ് ചെയ്ത കുപ്പിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റിയിട്ട് അടക്ക തുടക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും. ഞാൻ ഓരോ കണ്ടെയ്നറിലാക്കി വെച്ചു. പഴയ സാധനങ്ങളൊക്കെ അല്ലേ, പഴയതും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ. ITCയിലോ എവിടെയോ ഉണ്ടായിരുന്നപ്പോഴുള്ള ITCയിലോ വന്നിട്ടുണ്ടല്ലേ. അതിന്റെ ഉള്ളിലോട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. നല്ല പൊടിയാണ് കണ്ടോ, അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് ക്ലീൻ ആക്കണം, കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം. കഴിഞ്ഞു, ഇനി വാക്കം ചെയ്യാം. ലാസ്റ്റ് വാക്കം ചെയ്യണം. ഇനി ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അല്ലേ. കൊറേ കുപ്പികളുണ്ട്. ഇതൊക്കെ ആമിന്റെ പെയിന്റ് ചെയ്ത് വെച്ച കുപ്പികളൊക്കെ കേട്ടോ. അതില് വരെ പൊടി പിടിച്ചിട്ടുണ്ട്. അതെ. ഇടയ്ക്ക് അതൊന്ന് തുടച്ചിട്ട് കഴുകിയിട്ട് തുടച്ചു വെക്കാം. മഷ്റൂമിന്റെ ഉണ്ട് അല്ലേ പാപ്പു? അങ്ങനെ ഗൈസ് ഞാൻ മൊത്തം ഇവിടെ എംപ്റ്റിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു കേട്ടോ. ഇതുണ്ടോ, ഈ ഏരിയയിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഒന്ന് നന്നായിട്ട് വാക്വം പിടിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒന്നുമില്ലല്ലേ പാപ്പു? അപ്പം ഇനി ഇവിടെ കംപ്ലീറ്റ് ഒന്ന് വാക്വം പിടിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഏരിയയിലൊക്കെ ആമി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു വീട് മാറി ഇതൊക്കെ പാപ്പ യൂസ് ചെയ്യുന്ന തന്നെയാണ്. പക്ഷെ ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം. അതുപോലെ ഇതിൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യണം, പൊടി തട്ടി വെക്കാനുള്ളതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യാണ്ട് ഇനി അറേഞ്ച് ചെയ്യാനുണ്ട്. ഒരു വീട് മാറിയ പോലെ അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ വാക്വം പിടിക്കുന്നത് നോക്കാം നമുക്ക്. അത് പോകുന്നില്ല, അതാണ് ഇതിലേക്ക് പോകുന്നില്ല സംഭവം. എന്താണെന്ന് അറിയില്ല. ഇവിടെ തീരെ ടോയ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഫുള്ള് ടോയ്സ്. താഴെ വെക്കണ്ടടാ, അവിടെ വെള്ളം ഉണ്ട്. ആ കല്ലിലേക്ക് വെച്ചോ. നമ്മളങ്ങനെ പാർക്കൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി പിറ്റേ ദിവസമാണ്. ഇതൊക്കെ എന്റെ ടോയ്സും പാപ്പുന്റെ ടോയ്സും മിക്സ് ആണ്. അതെ, അപ്പം എല്ലാ ടോയ്സിനും ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പൊക്കെ ഒന്ന് മെഷീനിലിടാണ് കേട്ടോ. അതൊന്ന് മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ വിചാരിക്കും ഇത് കംപ്ലീറ്റ് ഒന്നും ഇടാൻ പറ്റുമെന്ന് അറിയില്ല അമ്മേ. ഒരു പകുതി ഇട്ടിട്ട് നമുക്ക് നിർത്താം. അത്ര മതിയാവും. അല്ല, ഒന്നുകൂടെ ഇടാം. നമ്മളിത് ഇനി അലക്കി വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. എന്നിട്ട് ഇനിയും ബാക്കിയുണ്ട്. ഇനിയും ബാക്കിയുണ്ട്. എല്ലാം ഉണങ്ങാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്തിട്ടോ. അപ്പോൾ ഒരിത്തിരി വെയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാണ്. അടുത്ത ട്രിപ്പ് നെക്സ്റ്റ് കൊണ്ടുവെക്കണം. നല്ല ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ? നല്ല ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാപ്പുവിന്റെ. അപ്പൊ ഇത് നെക്സ്റ്റ് ട്രിപ്പിൽ ഇടണം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. അങ്ങനെ ഗൈസ്, ഒരു വീക്കിന്റെ മുന്നേ നമ്മളിതെല്ലാം ചെയ്ത് വെച്ചാണ്. പക്ഷെ ഒരു സർപ്രൈസ് വരാൻ ഒരു വീക്ക് എടുത്തു. അപ്പം വീഡിയോയിൽ അത് കേൾക്കൂല, നീ പയ്യെ പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. അപ്പം അത് എടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് എടുത്തു നമ്മൾ. പക്ഷെ ക്ലീൻ ചെയ്തതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തു. എല്ലാ സാധനങ്ങളും ഇത് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചതാണ് കേട്ടോ. അത് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇവിടെയുള്ള എല്ലാ ടോയ്സും ക്ലീൻ ചെയ്തതാണ്. ഒക്കെ നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള കുറച്ച് കളറും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി പിന്നെ പെയിന്റ് ചെയ്തതിന്റെയാണ്. പിന്നെ ഇതാ ഇവിടത്തേക്ക് ഇങ്ങനെ പാപ്പുവിന്റെ ആനിമൽസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ സീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആമീന്റെ ബോട്ടിലാണ് കേട്ടോ. ആമി പെയിന്റ് ചെയ്യുന്ന ബോട്ടിലൊക്കെ. ഇത് ആമിയാണ്. ഈ ഒരു പണ്ട് ഇതും ആമിയാണ്. പാപ്പുന്റെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പാപ്പുന്റെ ഒരു ടോയ് ആണ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയില് ഇതേപോലെ ഇതൊക്കെ കുറച്ച് പെയിന്റ് ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആമി വരച്ചിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് പാപ്പുന് പാപ്പു ചെയ്ത ഡെക്കറേഷൻ ആണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട്. ഇവിടെ നമ്മള് കുറച്ച് ഇങ്ങനെ പാപ്പുനൊക്കെ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ബീന് ആമി വരച്ചിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ക്യൂട്ട്സ് ഒക്കെ. പിന്നെ നമ്മളിവിടെ എപ്പോഴെങ്കിലും പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം പോവും. പിന്നെ ഇതാ ഇതിലായിരുന്നു ഞാൻ കിച്ചൺ സെറ്റ് ഒക്കെ വെച്ചത് കേട്ടോ. ഫുള്ള് ഞാൻ കവറൊക്കെ വെച്ച് ഇതേപോലെ ഓരോന്നും ഇങ്ങനെ ഓരോ കവറിലൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. അവിടെ കുഞ്ഞൊരു കൊടയുണ്ട് പാപ്പുവിന്റെ കുട. പിന്നെ ഇവിടെ ഒരു സംഭവം, ഇത് ഉമ്മാന്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ്, ടീച്ചറാൻ്റെ വന്നൊരു ഗിഫ്റ്റാണ്. അല്ലറ ചില്ലറ. പിന്നെ അവിടെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പെയിന്റ് ചെയ്ത്. പിന്നെ പാർക്കിൽ ഇച്ചിരി പ്ലേ ഏരിയയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ നീറ്റ് ആക്കിയതാണ്, വാക്യൂം ചെയ്തതാണ്. പിന്നെ ഇവിടെ പാപ്പു കുറച്ച് അവളെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കൂടുതൽ. അതെ, ബാക്കി ആമീൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇവിടെ എങ്ങനെയാ
ഇവിടെ നമ്മള് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചേക്കാണ്. നമ്മള് ക്ലീൻ ചെയ്യുമ്പോ കണ്ടിരുന്നില്ല, അതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ. അന്നൊരു ദിവസം അവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ എംപ്റ്റി ആയിരുന്നു. ഞാൻ സോഫ്റ്റ് ടോയ്സ് ഒന്നും ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല. എനിക്ക് നല്ല പണിയാ. പിന്നെ ഇതാ ഇതേപോലെ ഓർഗനൈസർ ഞാൻ എംപ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഇടാൻ. അപ്പൊ സോഫ്റ്റ് ടോയ്സ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് എല്ലാം നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ഇനി നമ്മള് നേരെ പാപ്പുവിന്റെ റൂമിലോട്ട് ആക്കാം. റൂമിലോട്ട് മാറ്റി. ഇവിടെ വാക്കം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പാപ്പുവിനെ ഇപ്പൊ വിളിക്കും അല്ലേ? അപ്പൊ അതാണ് അടുത്ത പരിപാടി. പാപ്പൂച്ച്, അപ്പൊ നീ പോയിട്ട് ഒളിച്ചു നിന്നോ, ഞങ്ങള് വിളിക്കാന്നല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ എടുത്ത് മാറ്റും. ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി ജസ്റ്റ് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ പാപ്പുവിനെ വിളിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ആമസോണിൽ നിന്ന് ഒരു ടെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, പാപ്പുവിനെ അറിയാം എന്തൊരു സാധനം ഉണ്ട്, അറിയാം, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ടെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീക്ക് മൊത്തം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതെ, അപ്പൊ ഇതൊന്ന് ആദ്യം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. കട്ട് ചെയ്യട്ടെ? ഓക്കെ, കട്ട് ചെയ്യും. അൺബോക്സ് ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനോടൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം ആമിക്കാണ്. ഞാൻ കളിക്കൂല, എനിക്ക് കളിക്കാനല്ല, ആമിക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാനും ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഒരു ദിവസം കൂടി ഞാൻ ചെയ്തു. എത്ര പണി വേണേലും ചെയ്തോളൂ ആള്. അപ്പം ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള നമുക്ക് നോക്കാം. അതിലുണ്ടാവും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. അതൊക്കെ എന്താ? അത് മറ്റേ ഫിറ്റ് ചെയ്യാൻ, അതിന്റെ ഓരോ ജോയിന്റ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. വരുന്നില്ലേ വീട്ടിലിരുന്നാലും അബ്ബ ചോദിച്ചിട്ടുള്ള എന്താ പറയുക, കയറാൻ പറ്റുമോ ഈ ടെന്റില്? അബ്ബക്ക് കയറാൻ പറ്റുന്ന അബ്ബ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു ബേബിയാണ് ഇതൊക്കെ. നമ്മള് റെയിൻബോ തീമാണ് പറഞ്ഞേക്കുന്നത്. ഇത് ആമിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കളറൊന്നും ആമി കണ്ടിട്ടില്ല. എന്തായാലും എനിക്കറിയാം, അറിയായിരുന്നു, പക്ഷെ ഏത് തീമാണെന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മളുടെ ടെന്റ് വന്നേക്കുന്നത്. നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്ന് പാപ്പുവിന്റെ ബർത്ത്ഡേക്ക് പറയണ്ടായിരുന്നു ഇത് വാങ്ങിക്കണം എന്നല്ലേ. പക്ഷെ അമ്മച്ചി പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ ഒരു കുഞ്ഞു ടെന്റിന്റെ ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി കളിക്കാൻ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അമ്മേനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മളിത് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് ചെയ്യാൻ പോവാണ്. ചെയ്യാം. ടെന്റ് ചെയ്തോണ്ടിരിക്കട്ടോ അതിന്റെ. അയ്യോ വയ്യേ. ചെറുതാണോ വലുതാണോ നമുക്ക് ഇതിൽ വലിയ അത് എടുക്കണം, അതെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് നീളമുള്ളതിന് ആദ്യം ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കണം. ഇങ്ങനെ കേട്ടോ, ഈ മേലത്തെ ഈ ഒരു സംഭവം ആദ്യം ചെയ്യണ്ടേ. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടാവും, അതിനെങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗമാണ് ചെയ്യുന്നത്. ഇവിടെ ഇതേപോലത്തെ ഒരു ഗ്രീൻ, ഇതിലിങ്ങനെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളേഴ്സ് നമ്മൾ നോക്കിയാൽ മതി. ഇതിലൊരു കളറ് വെച്ചിട്ട് ഈ ഗ്രീനാണ് രണ്ടറ്റത്തും വരിക, മേലെ റെഡാ വരിക. അപ്പൊ അത് വെച്ചിട്ട് ബാക്കി ഭാഗം ജോയിൻ ചെയ്യും. ബാക്കിയുള്ള മൊത്തം ചെറുതാണ്. ചെറുതാ വരിക. ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയ രീതി ആയിരുന്നില്ല കേട്ടോ, ഇത് ആമി സ്വന്തം ചെയ്തു. അപ്പോൾ ആമി ഇത് ആദ്യം ഇതൊക്കെ ജോയിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ടെൻറ്റിൻ്റെ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കൊരു കോൾ വന്നുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗമൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ആമി ഇനി ബാക്കി സെറ്റ് ചെയ്യാണ് ഇങ്ങനെ. എങ്ങനെയാണെന്ന് ഇത് ഇടുന്നത് നമുക്ക് നോക്കാം. കേട്ടോ എങ്ങനെയാണെന്ന് നോക്കി ഇതിനെ പൊക്കിയിട്ട് ഇടണോടാ. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ടെൻറ്റ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയെടുക്കുകയാണ്. ആയിട്ടില്ല, ഇതൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമീനെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പോകും. ആമി ശ്വാസം വിടാതെ ചെയ്ത് കേട്ടോ. പാപ്പുവിന് വേണ്ടിയിട്ട് ഇത്രയും സർപ്രൈസ് ചെയ്യുന്ന ഒരാളല്ലേ ഇവിടെ. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക് കറക്റ്റ് അല്ലേ ആമി? നമ്മള് സൈസ് ഒന്നും നോക്കാതെ വാങ്ങിച്ചാണെങ്കിലും ഇല്ല ഇതിൽ തിരിച്ച് ഇങ്ങനെ വെക്കണം അല്ലേ. പക്ഷെ അതിനേക്കാളും ഭംഗി ഉണ്ടാവുക ഈ തിരിച്ചു വെക്കുന്നതാന്ന് തോന്നുന്നുണ്ട്.
അല്ലേ? കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമുക്കില്ലേ നോക്കൂ, ഇങ്ങനെ ചെയ്താലോ? വീട്ടിലേക്ക് അങ്ങനെ കയറുന്നത്. അത് ഇതേപോലെ ഇങ്ങനെ വരും. അപ്പൊ അവളുടെ തലയൊക്കെ മുട്ടും അതിന്റെ ഉള്ളിലേക്ക്. ഇല്ല ഇല്ല ഇല്ല, ഇതാ നോക്കട്ടെ. കറക്റ്റ് ഏരിയ. അല്ല അപ്പൊ നമുക്ക് അങ്ങനെ വേണ്ടടാ, അപ്പൊ അത് പൊടിയൊക്കെ ആയിരിക്കും. പൊടിയാവോ? തിരിച്ചു വെച്ചോ, അതാ കുറച്ചുകൂടെ ഭംഗി. അതാണോ ഭംഗി? അല്ലെങ്കിൽ പിന്നെ ഈ ചെയറിനൊക്കെ മാറ്റി ഇങ്ങോട്ടേക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ വെക്കാനും. വേണ്ട വേണ്ട വേണ്ട, ഓക്കെ ഓക്കെ. ഈ സ്പേസ് തന്നെ മതി. എന്നാ ഇങ്ങനെ വെച്ചോ, അതാ നല്ല. ഓക്കെ ആണോ? ഇനി അതിന്റെ ഉള്ളില് അവളുടെ ഇനിയിപ്പോ അത് അവിടേക്ക് വെച്ചാൽ ഞാൻ നോക്കട്ടെ. അങ്ങനെ വെച്ചോ, അങ്ങനെ വെച്ചോ. ഓക്കെ. ഇനി ഇതിന്റെ ഉള്ളില് അവളുടെ ഒരു കുഞ്ഞു ബേബി അതൊക്കെ സെറ്റ് ആക്കാം. ആയിട്ടില്ല. അപ്പൊ നമ്മളിതാ ടെന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. പാപ്പൂന് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് കയറി കിടക്കാനൊക്കെ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ഉണ്ട്, അത് പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിട്ട് പാപ്പൂനെ ഇങ്ങോട്ടേക്ക് വിളിക്കണം. പാപ്പൂനെ എങ്ങനെയുണ്ട്, പാപ്പൂൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മുടെ പാപ്പൂൻ്റെ ടെന്റും സാധനങ്ങളും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ആമിയുടെ ശബ്ദം പോയോ? ആമി ചുമയാട്ടോ ആമിക്ക്, അതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ആമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ലൈറ്റ് വെക്കാനുണ്ട്. ഇവിടെ ഒരു ഫെയറി ലൈറ്റ് പോലൊരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാറ്ററി സെറ്റ് ആക്കണം. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും പിന്നെ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ ഒരു കുഞ്ഞു കിച്ചൺ സെറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പാപ്പുവിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. അവളുടെ എല്ലാ കിച്ചൺ സംഭവങ്ങളൊക്കെ ആമി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. ഇതെല്ലാം വാഷ് ചെയ്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം നീറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇനി പാപ്പുവിന് ടോയ്സ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഇല്ല, അവള് മാറ്റൂല, അവള് ഇങ്ങനെ തന്നെ വെക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം നീറ്റാക്കി അങ്ങനെ വെക്കും കേട്ടോ. പിന്നെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളുണ്ട് കേട്ടോ. അവളുടെ ഡോറ ഉണ്ട്, ഡോറ, പിന്നെ ബാക്കിയുള്ള ടോയ്സ്. ഇനി നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം കേട്ടോ, ഒരു കുഞ്ഞു ബേബി സംഭവം. അപ്പോൾ ഇതൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അവളുടെ വേറെ ക്യാറ്റ്, ഡോഗ്, അങ്ങനെ കുറേ 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 ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പ്യുവർ വൈറ്റായി. ഇതിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പാപ്പുൻ്റെ സ്പൈഡർമാൻ, ഗൂഗു ഗാഗൊക്കെ. അങ്ങനെ ഫൈനലി നമ്മളെ യൂണിക്കോൺ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു കുഞ്ഞു ടെൻറ്റാണ്, നമ്മൾ വലുതൊന്നും വാങ്ങിച്ചില്ല. നമുക്ക് ഈ ഒരു സൈസിൽ വെക്കാൻ വേണ്ടി പാകത്തിന് കേട്ടോ. അപ്പം നമ്മൾ ടെൻറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു ഡോറൊക്കെ അടയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിക്കാച്ചു ഉണ്ട്, പാപ്പുൻ്റെ ഒരു അതിൻ്റെ പേരെന്താ, ലാവൻഡറി. പിന്നെ ഇവിടെ കുഞ്ഞു ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ. ഇനി നമുക്ക് പാപ്പുവിനെ വിളിക്കാം. ഓക്കെ, ഇനി പാപ്പുവിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാപ്പുവിൻ്റെ ടേബിളൊക്കെ ആമി ഇവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആമി കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. എങ്ങനെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ആമി പാപ്പുവിനെ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. പാപ്പു കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? പാപ്പുനെ ടെന്റ് ഇഷ്ടമായോ? വെക്കാം. ഉള്ളിൽ കയറി നോക്കട്ടെ പാപ്പു കയറാൻ പറ്റുന്നുണ്ടോ. ഇഷ്ടപ്പെട്ടോ കുഞ്ഞു? ഓ, അടച്ചു തരാം. അടക്കട്ടെ. ഒരു ബൈ പറഞ്ഞേ. പറഞ്ഞതിന്റെ ഉള്ളിൽ ഉറങ്ങാൻ പോവാണോ? പക്ഷെ നമുക്കിത് ഇനി ലൈറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം. ലൈറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് കാണാം. അടയ്ക്കാനും പാപ്പുവിന് ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. അവൾക്ക് ചെറുതായിട്ട് ഇതാ കാണിച്ചു തരാം. അയ്യോ, ഓക്കെ. തലയിൽ മാത്രമേ ഉള്ളൂ. Good morning. ഗുഡ് മോർണിംഗ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റൊക്കെ ഇനി വെക്കാണ്ട് നമുക്ക് ഇനി വെക്കാം. പാപ്പുച്ചേ, നിന്റെ പാർക്കിലെ വെളിച്ചവും ലൈറ്റൊക്കെ ഉണ്ടല്ലോ.
ഓ അടിപൊളിയായിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് മാറ്റി വെച്ചു കേട്ടോ. പാപ്പുവിന്റെ തല മുട്ടുക ഈ ഏരിയയിൽ വരുമ്പോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ചെയ്തു. നോക്ക് പാപ്പുച്ചേ, ഇതിൻ്റെ ഉള്ളിൽ കയറി. ഫസ്റ്റ് കണ്ടാ മതി. കാണട്ടെ. കൊറേ ദിവസം ഇതില് കേറിയിട്ടൊക്കെ. ഓക്കെ. ഓ അടിപൊളി, നല്ല രസമുണ്ടല്ലോ. ഇതാണോ പാപ്പുന്റെ പാർക്കിലെ കുഞ്ഞു വീട്? ഇവിടെ ഞാൻ നിന്റെ കൂടെ ആരൊക്കെയുള്ളേ? ഇവിടെ കൊറേ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നിട്ടാണ്. ഓക്കെ. അവിടെ നിന്ന് ഉറങ്ങാനുള്ള സാധനം. പാപ്പുന്റെ കുഞ്ഞു ബേബി ആകുമ്പോഴുള്ള സംഭവങ്ങളാട്ടോ. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തത്, ആ ബെഡൊക്കെ. അപ്പൊ ഇതാ ഇങ്ങനെ ഇതാ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട്. കുക്കിംഗ് ഏരിയയിലോട്ട് വന്നു. കുക്കിംഗ് ഏരിയ ഒക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തു പാപ്പുന് വേണ്ടിട്ട്. ഇത് ഞങ്ങൾ മുട്ടായി കഴിച്ച് തീർന്നതാണ്. അതെ അതെ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ദോശ ആക്കാനുള്ള സാധനം. ഓക്കെ. ഇതൊക്കെയാണ് പാപ്പുന്റെ കുഞ്ഞു പാർക്കില്. ഇത് നമ്മള് ബാറ്ററി ആയിട്ട് ചെയ്ത കേട്ടോ. ബാറ്ററി കാണിച്ചു. അപ്പൊ പാപ്പു ഒരു ബൈ പറഞ്ഞേ. ബൈ. ഇനി ഹൽവയിലോട്ട് പോയിക്കോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ പാർക്കിലെ വിശേഷങ്ങള്. അപ്പം നമ്മൾ പാർക്കിലെ ഒരു കുഞ്ഞു മേക്ക് ഓവർ നടത്തി ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ പാപ്പു. ബൈ ബൈ. ബൈ.